Hi all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് റോട്ടറി ആക്ച്വേറ്റേഴ്സിന്റെ നെക്സ്റ്റ് സെക്ഷൻ ആണ്. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്ക് റോട്ടറി ആക്ച്വേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഐ ഹാവ് ഓൾറെഡി ഗിവ് യു എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് റോട്ടറി ആക്ച്വേറ്റേഴ്സ്. How does it work and what are the working principle behind the functioning of this rotary actuators? That all things we have discussed in the last class. And today we are going to discuss about from this tree. I am explaining you about disc rotary actuators. From disc rotary actuators എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിന് മെയിനായിട്ടും 3 പാർട്ടുണ്ട്. ആ പാർട്ട് ഏതൊക്കെയാണ്, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിസ്ക് റോട്ടറി ആക്ച്വേറ്റേഴ്സ്. അപ്പം ഏതൊരു ആക്ച്വേറ്ററും റോട്ടറി ആക്ച്വേറ്ററും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് മെയിനായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. Consists of 2 parts. First one is stationary part and another one is rotary part. അപ്പം നമ്മൾ കോമൺ ആയിട്ടും സ്റ്റേഷനറി പാർട്ടിനെ സ്റ്റാർട്ടർ എന്നും മറ്റേതിനെ റോട്ടർ എന്നും വിളിക്കും. ഇനി ഈ ഒരു ഡിസ്ക് റോട്ടറി ആക്ച്വേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും റൊട്ടേഷണൽ മൂവ്മെന്റ്സ്, ഒരു ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇലക്ട്രിക്കൽ കറണ്ടിനെ റൊട്ടേഷണൽ മൂവ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ആക്ച്വേറ്ററിനെ അല്ലെങ്കിൽ ഒരു ആക്ച്വേറ്റർ സിസ്റ്റത്തിനെ നമുക്ക് റോട്ടറി ആക്ച്വേറ്റർ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതിനകത്ത് സ്റ്റേഷനറി പാർട്ടിനകത്തും റോട്ടറി പാർട്ടൊക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് കുറേ അധികം പാർട്ടുകളുണ്ട്. വി ക്യാൻ സേ സം കൈൻഡ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ്സ്. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന PM. പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സം കോയിൽസ് ഉണ്ട്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൗസിംഗ് ക്ലോസുകളുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അപ്പം the rotary section of the disc rotary actuator consists of multiple disc permanent magnet that is exactly sandwiched between 2 mechanically coupled tooth magnetic elements. And I will show you the figure. ഇതാണ് നമ്മുടെ ഫിഗർ. ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് റോട്ടറി പാർട്ട് ആൻഡ് ദിസ് വൺ ഈസ് റോട്ടറി പാർട്ട് ആൻഡ് ദിസ് വൺ ഈസ് സ്റ്റേഷനറി സെഷൻ. അപ്പം ഈ റോട്ടറി പാർട്ടിനകത്ത് എന്തൊക്കെയുണ്ടോ നിങ്ങൾ നോക്കിയേ. ടൂത്ത് മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട്, ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അപ്പം ടൂത്ത് മാഗ്നറ്റിക് സർക്യൂട്ട് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ടൂത്ത് ലൈക്ക് സ്ട്രക്ചർ ആണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്താണ് ടൂത്ത് ലൈക്ക് സ്ട്രക്ചർ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇതിനകത്തൊരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ റോട്ടറി ആക്ച്വേറ്ററിന്റെ ഇനീഷ്യൽ ഡിസ്കഷനിൽ വി ഹാവ് സീൻ, ഐ ഹാവ് ഷോൺ യു എ വീഡിയോ ഇൻ ദാറ്റ് we analyzed about the permanent magnet that we are keeping inside of our rotary actuators, and we required excitation coil in this. അത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലീഡ് വയേഴ്സ് ഉണ്ട്. അപ്പം എക്സൈറ്റേഷൻ കോയിലും ലീഡ് വയർ ഉൾപ്പെടുന്ന ആ ഭാഗത്തെ നമ്മൾ സ്റ്റേഷനറി സെക്ഷൻ എന്നും, ടൂത്ത് മാഗ്നറ്റിക് സർക്യൂട്ട് ഉൾപ്പെടുന്ന പെർമനന്റ് മാഗ്നറ്റ് ഉൾപ്പെടുന്ന ഈ ഒരു സെക്ഷൻ നമ്മൾ റോട്ടറി സെക്ഷൻ എന്നും പറയും. ഇതിനകത്ത് ഈ റോട്ടറി സെക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഭാഗം. പക്ഷെ ഇതിന്റെ ഈ ഒരു സ്ട്രക്ചർ കാരണം നമുക്ക് ഇത് നമ്മൾ ഇതിനു മുൻപ് കണ്ടതുപോലെ ഉള്ള ഒരു റോട്ടറി ആക്ച്വേറ്ററിന്റെ പോലെ നമുക്ക് വലിയൊരു റൊട്ടേഷണൽ മൂവ്മെന്റിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റത്തില്ല. കണ്ടിന്യൂസ് ഇത് റൊട്ടേറ്റ് ചെയ്യത്തില്ല, നമ്മുടെ ഫാനൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ. ലിമിറ്റഡ് ആംഗുലർ മൂവ്മെന്റ് മാത്രമേ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മേ ബി ഇറ്റ്സ് അപ് ടു 360 ഡിഗ്രി. അപ്പോൾ ഒരു 360 ഡിഗ്രി ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയിട്ട് തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരാനേ ഒരു പക്ഷേ നമ്മുടെ ഈ ഡിസൈന് സാധിക്കുകയുള്ളൂ. Okay, that we can say in technically it have limited line of sight or limited degrees of freedom. Okay, we can say like that, limited degrees of freedom. And about the torque in this device, അപ്പം നമ്മൾ ഒരു റൊട്ടേഷണൽ മൂവ്മെന്റിലുള്ള ഒരു എലമെന്റ്
അത് എത്രത്തോളം ഫോഴ്സ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ടോർക്കാണ്. എത്രത്തോളം ഫോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പം ഒരു ജനാല തുറക്കുന്നു. ജനാല തുറക്കുമ്പോൾ ജനാലയുടെ നിങ്ങൾ രണ്ട് ഭാഗങ്ങളുണ്ട്. വിജാഗിരിയുടെ ആ ഭാഗമുണ്ട്, ജനാല ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ജനാലയുടെ അറ്റ എൻഡും ഉണ്ട്. അപ്പം ഏത് ഭാഗത്ത് നിങ്ങൾ ഫോഴ്സ് കൊടുത്താലായിരിക്കും ആ ജനാല പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഏത് ഭാഗത്തായിരിക്കും നിങ്ങൾ കുറഞ്ഞ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരിക? അപ്പം നിങ്ങൾക്കറിയാം, ഉറപ്പായിട്ടും ഈ ജനാലയുടെ വിജാഗിരി ഇല്ലാത്ത, ജനാല ഘടിപ്പിച്ചിട്ടില്ലാത്ത ആ ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രീ മൂവ്മെന്റ് ഉള്ള ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്താലാണ് ജനാല പെട്ടെന്ന് തുറന്നു വരിക. അപ്പം അവിടെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. പക്ഷെ അപ്പം ടോർക്ക് അതിന് കൂടുതൽ കിട്ടുന്നുണ്ട്, അത് കൂടുതൽ മൂവ്മെന്റിലേക്ക് അത് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഡിസൈനിനെ നമുക്ക് ടോർക്കിന്റെ ഭാഷയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എന്തൊക്കെയാണ് ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ? അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്തൊരു ടൂത്ത് മാഗ്നറ്റിക് സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ മുമ്പേ കണ്ടു. ഇതിന്റെ തന്നെ സൈഡ് വ്യൂ ആണ് ഈ തൊട്ട് താഴത്തെ ഡയഗ്രാം നമ്മൾ കാണിച്ചിരിക്കുക. അതുപോലെ തന്നെ വി ഹാവ് എ പെർമനന്റ് മാഗ്നറ്റ്. നമുക്ക് ഇവിടെ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അപ്പം ഈ പെർമനന്റ് മാഗ്നറ്റ്, അതുപോലെ തന്നെ ടൂത്ത് മാഗ്നറ്റിക് സർക്യൂട്ട്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു സിസ്റ്റം നമ്മൾ എക്സൈറ്റേഷൻ കോയിലിന്റെ സഹായത്തോടെ എക്സൈറ്റഡ് ആക്കുമ്പോൾ ഇതിന്റെ മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നത് ഇൻ ടേംസ് ഓഫ് ടോർക്കിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത് റിസൾട്ടന്റ് ആയിട്ടുള്ള ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ്. അപ്പം ഈ നെറ്റ് ഫോഴ്സ്, ഈ ടോർക്ക് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, ഏതൊക്കെ രീതിയിൽ നമുക്ക് കൺസിഡറബിൾ ആകുന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഒന്ന്, പെർമനന്റ് മാഗ്നറ്റ് ടോർക്ക്, ദാറ്റ് ഈസ് റെപ്രസെന്റ് PM ടോർക്ക്. ഇപ്പോൾ പെർമനന്റ് മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ടോർക്ക്. ആൻഡ് MMF, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ടോർക്ക്. അപ്പം ഈ പെർമനന്റ് മാഗ്നറ്റ് നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഉള്ളതാണ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മുടെ ഡിവൈസിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെ എത്രത്തോളം ഫോഴ്സ് നമുക്ക് അതുവഴി ലഭിക്കുന്നുണ്ട്, അത് MMF ടോർക്ക് എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ടോർക്ക്. Then the resultant torque we can say like this, there is a total torque. Total torque is nothing but the sum of magnetomotive torque plus PM torque. അപ്പം നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് ടോർക്കും മാഗ്നറ്റോമോട്ടീവ് ടോർക്കും ഓരോ പോയിന്റിലും നമ്മൾ എടുത്ത് ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ടോർക്ക് കിട്ടും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ടോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം ഏതൊരു പോസിറ്റീവ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഭാഗം നെഗറ്റീവിലേക്കാണ് ലേ ആകുന്നത്, PM ടോർക്ക്. ഇത് രണ്ടിനെയും കൂടെ സം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇൻ ബിറ്റ്വീൻ ഒരു വാല്യൂ ആണ്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് വി ക്യാൻ ലെറ്റ് ടേക്ക് ദിസ് തിങ്, ദാറ്റ് മീൻസ് θ/2. ഈ തീറ്റ എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സിസ്റ്റം റൊട്ടേഷണൽ മൂവ്മെന്റ് തരുമ്പം എത്ര ആംഗുലർ റൊട്ടേഷൻ നമുക്ക് പൊസിഷനിൽ തരുന്നുണ്ട്. അപ് ടു 360 ഡിഗ്രി ആണ്. ആ 360 ഡിഗ്രി റൊട്ടേഷൻ തരുമ്പം എങ്ങനെയാണ് എന്റെ ടോർക്ക് ചേഞ്ച് ആകുന്നത്. ഇപ്പൊ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ടോർക്ക് നമ്മൾ PM ടോർക്കുമായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പം വി ക്യാൻ ഗെറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ടോട്ടൽ ടോർക്ക്. അപ്പൊ ടോട്ടൽ ടോർക്ക്, ഈ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ ടോർക്കിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. θ/2 എന്ന് പറയുന്ന ആ പോയിന്റിലെ ടോർക്ക് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. ഈ ടോർക്ക് പ്ലസ് ആണ്, ഈ ടോർക്ക് സീറോയിലാണ്. സോ അതുകൊണ്ടാണ് ഈ പോയിന്റ് ഇവിടെ ലൈ ചെയ്തിരിക്കുന്നത്, ഈ രണ്ട് പോയിന്റ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദിസ് both MMF torque and PM torque are positive values, so the output resultant torque should be high. Okay, and at the peak of the PM torque we can say MMF torque is also high when PM torque reaches the highest position, then the resultant should be always high. Okay, likewise it will change. Okay, ഈ ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതിന്റെ ഫംഗ്ഷനിങ് പറയുമ്പോൾ ടോട്ടൽ ടോർക്കിനെ കുറിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് ഡിസ്ക് റോട്ടറി ആക്ച്വേറ്ററിനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും based on this thing, based on this torque that is formed inside the system. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം റൈറ്റ് റൊട്ടേഷൻ ലെഫ്റ്റ് പൊസിഷൻ, ആംഗുലർ പൊസിഷനിലെ ചേഞ്ച് കാരണം
നമുക്കുണ്ടാകുന്ന ടോട്ടൽ ടോർക്കുകളെ നമ്മൾ മുമ്പേ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി അതിനുശേഷം ടോട്ടൽ ടോർക്ക് that is represented in the form of Tt of theta, that is equal to Tm of theta plus Tc of theta, and Tm of theta is the mutual torque and Tc of theta is the cogging torque. And cogging torque of an electromotor is the torque due to the interaction between the permanent magnets of the rotor and the starter slot of a permanent magnetic machine. അപ്പം സ്റ്റാർട്ടറിന്റെയും റോട്ടറിന്റെയും ടോട്ടൽ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ടോർക്കാണ് നമ്മുടെ കോഗിംഗ് ടോർക്ക്. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ സപ്ലൈ കൊണ്ട് ഉണ്ടാകുന്ന ടോർക്ക്. മ്യൂച്വൽ ടോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റിയിൽ ആ സിസ്റ്റത്തിന് ലഭിക്കുന്ന ടോർക്കാണ്. ദാറ്റ് ഈസ് റെപ്രസെന്റ് Tm of t. ആൻഡ് T ടോട്ടൽ ടോർക്കിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂല് you are not going into the deep, we are just recognizing, or we are just simply analyzing what are the equation behind each and every point when we are considering torque in the device. And in next term Tt of theta നെ നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിങ്ങനെയാണ്, where Km and Kc are the constant. Km എന്ന് പറയുന്ന പോയിന്റും Kc എന്ന് പറയുന്ന ആ ഒരു ടേമും കോൺസ്റ്റന്റ് ആണ്. I എന്ന് പറയുന്നത് In എന്ന് പറയുന്നത് നോർമൽ കറണ്ട് ആണ്. നമ്മൾ കോയിലിലേക്ക് സപ്ലൈ ചെയ്യുന്ന നോർമൽ കറണ്ട് ആണ്. Phi എന്ന് പറയുന്നത് നമ്മൾ ഈ കറണ്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഇനി നമ്മുടെ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് Phi. ഇനി സൈൻ തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിന്റെ. അപ്പം T of തീറ്റനെ നമുക്ക് in terms of magnetic flux and in terms of theta and in terms of electric voltage that you are applying to the system നമുക്ക് ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ റെപ്രസെന്റേഷൻ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുക. And I have already mentioned you that Km and Kc are constants. And ഇതിനെ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് താഴെ കാണുന്ന ഫോർമാറ്റിൽ 7.3 യുടെ ഫോർമാറ്റിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. If your system turning in a backward or forward position, this is a forward position representation and this is a backward position representation, and position in terms we are just keeping a minus sign in front of the entire equation. Okay, and that's about the design part. ഇനി ഫ്ലെക്സ് ഡെൻസിറ്റി, നമ്മൾ ഇതിനു മുമ്പും പല സിസ്റ്റത്തിന്റെയും ഫ്ലെക്സ് ഡെൻസിറ്റികൾ എങ്ങനെ ചേഞ്ച് ആകുന്നു എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഇതിന്റെ കേസിലും നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ആ ടീത്ത് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഫ്ലെക്സ് ജനറേറ്റ് ആകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഫ്ലെക്സ് കൂടുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് നിങ്ങളൊരു ജനറൽ ഏത് മോട്ടോർ കൺസിഡർ ചെയ്താലും നിങ്ങൾ ഹൈ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ആ നിങ്ങളുടെ സിസ്റ്റത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വോൾട്ടേജ് വരെ നിങ്ങളുടെ സിസ്റ്റം ഹൈ ആയിട്ട് തന്നെ, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഹൈ റൊട്ടേഷൻ നമുക്ക് തരും അപ് ടു എ പർട്ടിക്കുലർ മാർക്ക്. അപ്പം നമ്മുടെ ഇവിടെയുള്ള ഈ സിസ്റ്റവും അതുപോലെ തന്നെയാണ്. ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദ വോൾട്ടേജ് ദാറ്റ് യു ആർ ഫീഡിംഗ് ടു ദ സിസ്റ്റം and it will gives you low to high flux density and it will gives you high RPM. Okay, as shown this figure. നിങ്ങൾ നോക്കിയേ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫ്ലക്സ് ഡെൻസിറ്റി കൂടുന്നതായിട്ട് കാണാം. ഈ A എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ കോൺസെൻട്രേഷൻ ഇത്രയേ ഉള്ളൂ. B എന്ന് പറയുന്ന വോൾട്ടേജ് കോൺസെൻട്രേഷൻ പിന്നെയും കൂടി. C എന്ന് പറയുന്ന വോൾട്ടേജ് കോൺസെൻട്രേഷൻ പിന്നീടും കൂടി. ABC 1000, 1250, 2000 അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആംഗുലർ പൊസിഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഡിഗ്രീസ് നമുക്ക് ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിന്റെ ഫ്ലെക്സിന്റെ ഡെൻസിറ്റി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. അപ്പം ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഫിഗർ ആണ്. ഇത് അനാലിസിസ് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഫിഗർ ആണ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഫിഗർ ആണ്.
ഇതിന്റെ സൈഡ് വ്യൂ ആണ് നമ്മുടെ സിസ്റ്റത്തിന്റെ. വി ഹാവ് എ ഷാഫ്റ്റ്, നമുക്ക് ഷാഫ്റ്റ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് റൊട്ടേഷണൽ മൂവ്മെന്റ്സ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് വി ഹാവ് എ ടൂത്ത് മാഗ്നറ്റിക് സർക്യൂട്ട്, ആൻഡ് വി ഹാവ് എക്സൈറ്റേഷൻ മാഗ്നറ്റിക് സർക്യൂട്ട്, ആൻഡ് വി ഹാവ് എക്സൈറ്റേഷൻ കോയിൽ. ആൻഡ് എക്സൈറ്റേഷൻ കോയിലിൽ നമ്മളൊരു സപ്ലൈ കൊടുക്കുമ്പോൾ നമ്മുടെ എക്സൈറ്റേഷൻ മാഗ്നറ്റിക് സർക്യൂട്ട് എക്സൈറ്റഡ് ആവുന്നു, tooth magnetic circuit excited ആവുന്നു. We are getting a rotational movement as we have discussed in the case of rotary actuators. Okay. And ഇനി ഫ്ലെക്സ് ഡെൻസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഇൻ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇഫ് യു ആർ കൺസിഡറിങ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ല, ഇത് കുറച്ചും കൂടെ ഡീപ് സ്റ്റഡിയാണ്, ജസ്റ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ്. ഡിസ്ക് റോട്ടറി ആക്ച്വേറ്ററിന്റെ ഫ്ലെക്സ് ഡെൻസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒരു ടൂത്ത് മാഗ്നറ്റിക് സ്ട്രക്ചറിൽ എങ്ങനെ ആയിരിക്കുമെന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിഗർ ഇട്ടിട്ടുന്നേ ഉള്ളൂ. ഇനി ടൂത്ത് പാർട്ടും അതുപോലെ തന്നെ പെർമനന്റ് മാഗ്നറ്റിക് പാർട്ടും തമ്മിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിനെ എങ്ങനെയാണ് മാഗ്നറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള ഡയഗ്രമാണ് ഈ രണ്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുക. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡെൻസിറ്റി, ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡിസ്ട്രിബ്യൂഷനും അതിന്റെ ഡെൻസിറ്റിയും എങ്ങനെ നമ്മൾ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ആവുന്നു, എങ്ങനെ റൊട്ടേഷണൽ മൂവ്മെന്റ്സ് ഇവിടെ വരുന്നു. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇത്രയും ഡീപ്പ് ആവേണ്ട ആവശ്യമില്ല. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ മാഗ്നറ്റിക് ഫോഴ്സിനെ നമ്മൾ ടോർക്ക് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്തപ്പം ഈ ഫോഴ്സിനെ നമുക്ക് ടോട്ടൽ ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനും കൂടെ പറ്റും. Ft is a total magnetic force and T is a Maxwell stress tensor in dynamic form and S is a surface of integration. അപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത സിസ്റ്റത്തിന്റെ സർഫസിൽ എത്രത്തോളം ഫോഴ്സ് ജനറേറ്റ് ആവുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഫോഴ്സ് ക്യാരി ആവുന്നുണ്ട് എന്ന് നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. Ft is equal to double integral of in terms of surface T into ds, and T double dash is nothing but Maxwell stress tensor. അത് നമ്മൾ ഓരോ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് അത് ചേഞ്ച് ആവും. അതുപോലെ തന്നെ സർഫസ് എന്ന് പറയുന്ന ഏരിയനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതും ചേഞ്ച് ആവും. ഓക്കെ, ഇങ്ങനെയും കൂടെ നമുക്ക് ഫോഴ്സിന്റെ ടൈമിലും കൂടെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അനാലിസിസ് പാർട്ട്. ഇനി എഫ്റ്റിനെ, ഫോഴ്സിനെ, ടോട്ടൽ മാഗ്നറ്റിക് ഫോഴ്സ് ഡെവലപ്ഡ് ബൈ ആൻ ആക്ച്യുവേറ്റർ Ft is equal to n into f small t, and small t is the magnetic force developed by one pole pitch. അപ്പം നിങ്ങൾക്കറിയാം ഓരോ പോളുകളും ഓരോ ടീത്തുകളും മൂവ്മെന്റ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഓരോ ഫോഴ്സും നമ്മുടെ ഈ ഫോഴ്സിനെ, അതായത് നമുക്ക് ടോട്ടൽ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഫോഴ്സ് നമുക്ക് ജനറേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വടംവലി. അപ്പം അവിടെ ഓരോരുത്തരും കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു ഫോഴ്സ് ആ ഒരു ലൈനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും കൂടെ ഫോഴ്സ് ഈക്വൽ ചെയ്തതാണ് അതിന്റെ മൂവ്മെന്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക, ഏതെങ്കിലും ഒരു സൈഡിലേക്ക്. അപ്പം കൂടുതൽ ഫോഴ്സ് ഏത് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നു ആ ഒരു സൈഡിലേക്ക് നമ്മുടെ ആ ഒരു ലൈന് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പം നമ്മുടെ ഈ ഒരു ടൂത്തിന്റെ അല്ലെങ്കിൽ ഒരു ടൂത്ത് നമ്മുടെ ഈ ഒരു ടീത്ത് നമ്മുടെ ഈ ടോട്ടൽ ഫോഴ്സ് ജനറേറ്റ് ആകുന്നതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ടെന്നുള്ള കാര്യം അനലൈസ് ചെയ്ത് അതിന് ടോട്ടൽ നമ്പർ ഓഫ് ടേത്ത് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു ടോട്ടൽ ആയിട്ട് നമുക്ക് ജനറേറ്റ് ആകുന്ന ഫോഴ്സിനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ടോട്ടൽ ടോർക്ക് ഡെവലപ്ഡ് ബൈ ദ ആക്ച്യുവേറ്റർ എന്നുള്ള രീതിയിലും റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് Tt of t, Tt that is equal to Nt small t. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ കിട്ടുന്ന ടോട്ടൽ ഫോഴ്സിനെയും ടോട്ടൽ ടോർക്കിനെയും നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഉള്ള ടീത്ത് സ്ട്രക്ചറിന്റെ നമ്മുടെ ഡിവൈസിലുള്ള ഇൻഫ്ലുവൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് we have a simple equation that is this one. ഇനി നമുക്ക് റേഡിയസിനകത്ത്, നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിന്റെ റേഡിയസിനകത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഉണ്ട്. ടിനെ
R average എന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും. And R average is the mean radius of the actuator rotor. നമ്മുടെ റോട്ടറിന്റെ ആക്ച്വേറ്ററിനകത്തുള്ള റോട്ടറിന്റെ റേഡിയസിനെയാണ് നമ്മൾ R average എന്ന് പറയുന്നത്. അപ്പം R average കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിന്റെ ടോട്ടൽ ടോർക്കും കൂടുന്നതായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ടോട്ടൽ ടോർക്കും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. ഡിസ്ക് റോട്ടറി ആക്ച്വേറ്ററിന്റെ ഡിസൈനെ കുറിച്ചാണ് നമ്മൾ ഇനി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പം എന്താണ് ഡിസ്ക് റോട്ടറി ആക്ച്വേറ്റർ? അതിന് സ്റ്റാർട്ടർ ഉണ്ട്, റോട്ടർ ഉണ്ട്, അതിനൊരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട് റോട്ടറിനകത്ത്, അതിൻ്റെ അകത്ത് ടീത്ത് മാഗ്നറ്റിക് സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻ ആസ്പെക്ട്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്.